ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും വീഡിയോ എടുത്തു. അപ്പം വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നിൽക്കണം കേട്ടോ. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല കേട്ടോ. വീഡിയോ എടുക്കണമെന്ന് മീൻസ് പള്ളിയിൽ പോയിട്ട് വന്ന് കഴിക്ക് ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നൊരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാവും, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ എന്തൊക്കെയാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കുറച്ച് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, വീട്ടിലിരിപ്പ് മാത്രമേ ഉള്ളൂ. നോക്കാം നമുക്ക് വഴി. അപ്പോൾ ഗൈസ് ഡ്രസ്സൊക്കെ മാറി ഞാൻ റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറി പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം അപ്പോൾ അമ്മ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പുറത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ എന്ത് വീട് എടുക്കണ്ടേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് വേറെ ഒരു കാര്യം. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, കുറച്ച് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടോ ഗൈസ്. ഇത് റോസക്കമ്പ്, അതായത് അമ്മ നട്ട് വെച്ച റോസ, വേറൊന്നുമല്ല. ഇതിനകത്ത് കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഞങ്ങളിവിടെ വീട്ടില് അമ്മ നട്ട് കഴിഞ്ഞാൽ മാത്രം കിളുത്ത് വരുന്ന റോസകൾ. അമ്മ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. റോസ എല്ലാം അമ്മ വെച്ച് നട്ടുപിടിപ്പിച്ചതാണ്. ഇതുണ്ടോ, ഇതൊക്കെ അദേശമായി വരുന്നുണ്ട്. വേറെ ആര് നട്ടാലും പിടിക്കുകയില്ല, അമ്മ നട്ടാൽ മാത്രം പിടിക്കുന്ന റോസയാണ്. എന്ത് വീഡിയോ എടുക്കണമെന്നൊന്നും ഒരു എത്തും പിടിയില്ലാതിരുന്ന സമയത്ത് ചുമ്മാ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ ഗൈസ്, ഇത് എൻ്റെ ചെരുപ്പ് സ്റ്റാൻഡ്, കാണാൻ പറ്റുന്നില്ലല്ലേ? താഴോട്ടും ഉണ്ട്, 4 തട്ടിൻ്റെ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാട്ടോ. ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടില്ല. എഡിറ്റ് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ വീഡിയോ പുറകെ വരും. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഗൈസ്. വേറൊന്നുമല്ല, എനിക്കൊരു ചാനലും കൂടെ ഉണ്ട്, ഡ്രീംസ് ബൈ കാർമൽ എന്നാണ് ചാനലിൻ്റെ പേര്. ആ ചാനലിൽ 1477 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ചാനലിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാ അപ്പോൾ കയ്യിലിരിക്കുന്നേ? അങ്ങനെ സാധനം പേരയ്ക്കാണോ? കാണിച്ചേ. അതെന്താ കറുത്തിരിക്കുന്നേ? എന്ത് സാധനം ഇത്? നാരങ്ങയോ? എന്ത് നാരങ്ങ? നമ്മുടെ നാരങ്ങയാണോ? നമ്മുടെ നാരങ്ങയാണോ? ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഹലോ ഗൈസ്, അപ്പൊ പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പിലോട്ട് ഇറങ്ങിയതാണ്. പപ്പാടെ അനിയനൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പപ്പാടെ അനിയൻ പറഞ്ഞു, മുളക് കാന്താരി സിനിമയിൽ മുളക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുണ്ടെങ്കിൽ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. സിമ്മിപ്പൂടായിട്ട് അതിന് മാത്രം ഉണ്ടെന്നുള്ള കാര്യം മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. ഉണ്ടുണ്ടേ. അപ്പൊ നമുക്ക് പറിക്കാം. ഇതാണ് ചീനി മുളക്, കാണാവോ? പഴുത്ത് നിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിട്ട് പറിക്കാം. നല്ല ഭംഗിയില്ലേ? പുറത്തിറങ്ങുമ്പോൾ കുറച്ചും കൂടെ വെട്ടം വന്നു. പറമ്പിനെ നടുക്കം നിൽക്കുന്ന ഇതാണ് എൻ്റെ വീട്. കണ്ടു ഗൈസ്, നമുക്ക് ഓരോന്നായിട്ട് പറിച്ചു തുടങ്ങാം. ഇനി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പഴുത്ത് ഉള്ള പക്ഷിയെല്ലാം കൂടെ വന്ന് കൊത്തിക്കൊണ്ട് പോകും. അതിനേക്കാൾ നല്ലത് നമ്മൾ നേരത്തെ പറിച്ചു വെക്കുവാണെങ്കിൽ അതല്ലേ നല്ലത്. ഈ ഷിംക്കൂറിനത് കിട്ടാൻ മാത്രം ഉണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഷിംക്കൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ചീനിയിലുണ്ട്, ബാക്കി ചീനിയിൽ ഉണ്ടാവുമോ എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കണം. കൊമ്പുമുളക് ഉണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ നമുക്ക് പറിച്ചതിന് ശേഷം കാണാം. ഓക്കെ, അങ്ങനെ ഒരു ചീനിയിൽ മുളക് പറിച്ചു കഴിഞ്ഞ് ഇനി അടുത്തടുത്തോട്ട് പോവാം. ഇതാണ് അടുത്തത്. ഹലോ ഗൈസ്, അപ്പം ഇതിൽ കൊമ്പമുളക് ഉണ്ട് കേട്ടോ. നമുക്കതും പറിക്കാം. ഉണ്ടോ ഇതിൽ കാണാം കൊമ്പമുളക്. അയ്യോ, കഴിഞ്ഞ ദിവസമല്ല, ഇന്നലെ അമ്മ പറിച്ചതായിരുന്നു. കാണാത്തതായിരിക്കണം ഇതൊക്കെ. ഇതൊക്കെ ആവുന്നുള്ളൂ തോന്നുന്നു. പച്ചക്കറി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ ഗൈസ്, കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം മുളക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കൊമ്പുമുളകുണ്ട്, നമ്മുടെ കാന്താരി മുളകും ഉണ്ട് കേട്ടോ. അമ്മ മേ അമ്മ കേട്ടോളൂ, എന്തുവാ ഫോൺ എന്തോ കാര്യമായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. എന്തുവാ ഓ ചവറ് അവർ പണിയുന്നില്ല എന്നിട്ട്. അമ്മേ എന്താ അമ്മച്ചക്ക് ഇനി ഒന്നും തന്നില്ലെന്ന് പറഞ്ഞേക്കരുത്. ഞാൻ പറിച്ചതാ. കർണമുട്ട ഏത് കർണമുട്ട? ആകപ്പെടെ ഒരു കുഞ്ഞു കർണമുട്ടേ ഞാൻ കണ്ടുള്ളൂ. വേറെ 3 മുളകുണ്ട്. അത് മൂത്താണോ പിഞ്ചാണോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏത് ഈ ഒരു സ്റ്റെപ്പും കൂടെ താഴോട്ടോ. ഞാൻ അത് ഇറങ്ങിയില്ലെന്ന്. മറ്റേന്റെ കൂടെ തന്നെ വെച്ചേക്കാം. താഴോട്ട് വെച്ച് അവിടെ താഴെ വെച്ചിട്ടുണ്ട്. ഈ സാമ്പാറിനൊക്കെ ചേർക്കാൻ കായം എല്ലാം ചേർത്തതാ. ഞാൻ നിന്ന സമയത്ത് അമ്മ ചേർത്തത് കായം. തീർന്നോ? ഒരു ടപ്പ് കായം മേടിച്ചിരുന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസം ചേർത്ത് തിന്നോ കായം തന്നെയല്ലേ? എല്ലാ ദിവസവും സാമ്പാർ വെക്കുമ്പോൾ ചേർക്കുന്നുണ്ടോ? എല്ലാ ദിവസവും സാമ്പാറാകട്ടോ. എന്നാ ഉണ്ടാക്കിയെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ മാസമേ. ചായക്ക് ഭയങ്കര മതി. ഒന്നെങ്കിൽ ആവശ്യം തന്നെ തടങ്ങി കളരിക്ക് പുറത്ത്. പഞ്ചസാര ഉള്ള സമയത്ത് കുറച്ച് വിടും, ഇല്ലാത്ത സമയത്ത് കൂടുതൽ വിടും. അതുകൊണ്ട് ഇങ്ങോട്ട് ഒഴിക്കും. സാരില്ല, ഒഴിക്കുന്നേ മധുരമുണ്ട്. സാമ്പാറുണ്ടോ? അത് കണ്ടോ? ചമ്മന്തി എല്ലാവരും കൂട്ടി ചേർന്നാണെങ്കിൽ അമ്മ കൂട്ടത്തില്ലല്ലോ, ഞാൻ മാത്രമേ കൂട്ടുള്ളൂ. അതാ പിന്നെ കൂട്ടണമെന്നുണ്ട്. സാമ്പാർ തിന്നോ? സാമ്പാർ നിന്നോ? സാമ്പാർ തിന്ന് ചമ്മന്തി ദോശമാവ് തിന്നു. നാളെ ദോശ അത് ഇട്ടിട്ട് പഞ്ചസാര. നാളെ ഞങ്ങൾ നെയ്റോസ്റ്റ് ഉണ്ടാകും. സത്യം. നമുക്ക് ചേമ്പ് മുറിക്കാം, അല്ലെങ്കിൽ ഇന്ന് പട്ടിണി ഇരിക്കേണ്ടി വരും. അത് വേറെ കാര്യം. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഒരു ചേമ്പ്, ഇത് 2ാമത്തെ ചേമ്പ്, ഇത് 3ാമത്തെ ചേമ്പ്. ഈ 3 ചേമ്പിലാണ് നമുക്ക് മുറിക്കാനുള്ളത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ കറിക്കുള്ളതായി ചേമ്പുന്നുണ്ട്. ഓക്കെ, മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് അമ്മയെ കൊണ്ട് കൊടുക്കാം. എൻ്റെ മൈക്ക് സൗണ്ട് കുറവായിരിക്കും, കാരണം എൻ്റെ മൈക്ക് ഓഫായിട്ട് ഇരിക്കുകയാണ്. ചാർജ് ചെയ്യാൻ കുത്തി വെച്ചേക്കുക, അതുകൊണ്ടാണ് കേട്ടോ മൈക്ക് ഊരി വെച്ചേ. ഒടുക്കത്തെ എന്താ ഇനി കറി വെക്കാൻ ഒന്നും തന്നില്ലെന്ന് പറയരുത്. എവിടെ കൊണ്ടാക്കണ വെച്ചാൽ മതിയോ? തണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അമ്മ അടുത്ത പരിപാടി 2 ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ 4 ഇങ്ങോട്ടും കൂടെ
വന്നുകൊണ്ടിരിക്കും. അതാണ് സത്യം. ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നറിയാമോ? പിന്നെ ചെയ്തതിലേ പറ്റൂ. അപ്പം രാവിലെ വന്ന സമയത്ത് ഞാൻ കുറച്ച് കാന്താരമുളക് പറിച്ചില്ലേ, ഇനിയിപ്പം കർണംപൊട്ടി മുളക് ഇച്ചിരി ഉണ്ടമുളകുണ്ട്, അതും കൂടെ പറിക്കുമ്പോൾ ഓക്കെ. ഇതാണ് ഉണ്ടമുളക്. കുറേ പഴുത്തിപ്പുണ്ട്, താഴെ ഉണ്ട്. നമുക്ക് പറിക്കാം, ഓരോന്നായിട്ട് പറിച്ചെടുക്കാം. പറിച്ചിട്ട് കാണാം കേട്ടോ. ഒരുപാട് ചുമന്ന് നിൽക്കുന്നു, മുളകെല്ലാം പഴുത്ത് പോയി. പച്ചയായിരുന്ന സമയത്ത് പപ്പ തൈരും ഉപ്പും കൂടെ പുരട്ടി വെച്ചിട്ട് മറ്റേ ഉണക്കമുളക് ഉണ്ടാക്കുമല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പഴുത്തത് കൊണ്ടും കാര്യമില്ലാത്ത അവസ്ഥയായി. പച്ചയൊക്കെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങാനും പറ്റത്തില്ലല്ലോ. മഴ ഫുൾ ടൈം മഴയൊക്കെ ആയിരിക്കും. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇതും കൂടെ പറിക്കട്ടെ. കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഒത്തിരി ചെറിയൊക്കെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ട്. നിറച്ചും പഴുത്തിട്ടുണ്ട് മുളക്, ഒരുപാട് മുളകുണ്ട്. ഉണ്ടോ? ഇത് ഫുള്ളിങ്ങനെ പഴുത്തത്. പച്ചമുളകും ഉണ്ട്, പക്ഷേ കൂടുതലും ഇതിനകത്ത് പഴുത്തതാണ് കിടക്കുന്നത്. അപ്പം അത് പറഞ്ഞാൽ ചെറിയ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നും. ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട്, പഴുത്തതാണ്, പച്ച ഉണ്ട്. ഇതും കൂടെ നമുക്ക് അമ്മയെ കൊണ്ട് കൊടുക്കാം. വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ സമ്മതിക്കാറ്. എന്തേലും പണി, ഞാൻ ഒന്ന് ചുമ്മാ ഒന്ന് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. പിന്നെയും പുറകെ പണി വന്നുകൊണ്ടേ ഇരിക്കുക. ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാന്ന് വെച്ചേ. അപ്പോൾ വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാനല്ലേ, സാരില്ല. ഇനിയിപ്പം വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഡിയേഴ്സ്.